കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക തുടങ്ങിയ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇറാനിയൻ ഗ്യാങ് എന്ന സംഘത്തിൽപ്പെട്ടവരാണ് പിടിയിലായിട്ടുള്ള പ്രതികൾ. ഇന്നലെ ഉച്ചകഴിഞ്ഞ് 2:15 പ്രതികൾ മോഷണം നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ ജുവലറിയിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഇവിടെ വന്ന് ഇദ്ദേഹത്തോടാണ് സ്റ്റഡുകൾ ആവശ്യപ്പെട്ടത്, അല്ലേ? കാതിലിടുന്ന കടുക്കൻ, ആണുങ്ങൾ ഉപയോഗിക്കുന്ന കടുക്കനാണ് എന്നോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് ഞാനിങ്ങനെ ഈ ട്രൈക്കകത്താക്കി ഇരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ എടുത്ത് ഡിസ്പ്ലേ ചെയ്ത് ഇവിടെ വെച്ച് ഇങ്ങനെ കാണിക്കുകയായിരുന്നു. പിന്നെ കാണിക്കുന്ന കൂട്ടത്തിൽ ഇവർക്ക് അതല്ല വേണ്ടത്, ഈ ഇതുപോലെ പാക്കറ്റിനകത്തുള്ള വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇതിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുത്ത് കാണിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ എനിക്ക് ആ മോഡലില്ല, വേറെ മോഡൽ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതിവിടെ ഇങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം ഇതെടുത്ത് താഴോട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ കുനിഞ്ഞിരുന്നുകൊണ്ട് ഇതിനുള്ളിൽ തപ്പി എടുത്ത് കാണിക്കുന്ന ടൈമിൽ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് അദ്ദേഹത്തിൻ്റെ പാൻറ്റിൻ്റെ വലത് സൈഡിലെ പാക്കറ്റിലേക്ക് ഇട്ടു. ഇത് ഞാൻ കാണാൻ ഇടയായി. അങ്ങനെ കൈയോടെ ഞാൻ കയറി പിടിച്ച് സാധനം ഞാൻ എടുത്തുകൂടെ വെച്ചതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ, അപ്പോഴത്തെ കൂടുതലുണ്ടായിരുന്ന ആൾ ഓടി രക്ഷപ്പെട്ടു. അദ്ദേഹത്തെ ഞാൻ വിട്ടില്ല, പിടിച്ച് ഞാൻ അവിടെ സോഫയിൽ കൊണ്ടുപോയിരുത്തി അപ്പുറത്തുള്ള കടക്കാരെയൊക്കെ വിളിച്ച് വരുത്തി. അവരെല്ലാം വന്ന് കണ്ടതിന് ശേഷം സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ച് സ്റ്റേഷനിൽ നിന്നും SIയും സർക്കിളും പോലീസുകാരെല്ലാം ആണെങ്കിൽ ആൾക്കാർ വന്നിട്ട് അവർ പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു. പിന്നെ CCTVയുടെ ഇത് വിഷ്വലൊക്കെ എടുത്ത് മറ്റവൻ്റെ ഫോട്ടോ ഇട്ട് കൊടുത്ത് അത് അവരവിടുത്തെ സ്റ്റേഷനിലേക്കൊക്കെ കൊടുത്തതിന് ശേഷം അദ്ദേഹത്തെ ശാന്തംപാറ വെച്ച് പിടിക്കുകയുണ്ടായി. അങ്ങനെയാണ് സംഭവിച്ചത്. ഇതിങ്ങനെയുള്ള ഒരു വലിയൊരു കേസാവുമെന്നൊന്നും നമ്മൾ വിചാരിച്ചതല്ല. എന്തായാലും ഭാഗ്യത്തിന് നമുക്ക് സാധനങ്ങളൊന്നും നഷ്ടപ്പെട്ടില്ല, കൈയോടെ പിടികൂടാൻ സാധിച്ചു. ഓടി രക്ഷപ്പെട്ട പ്രതിയെ വളരെ വേഗത്തിലാണ് പോലീസ് കണ്ടെത്തിയത്. അതിനുശേഷം നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇവർ എത്തരത്തിലുള്ള പ്രതികളാണ്? ഇവർ തമിഴ്നാട് സ്വദേശികളാണ്. ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെ നെടുങ്കണ്ടം ടൗണിലുള്ള സ്റ്റാർ ജുവലറിയിൽ ഇവർ രണ്ടുപേരും എത്തുകയും തുടർന്ന് അതിൽ മുഖ്യപ്രതിയായിട്ടുള്ള ഹൈദർ എന്നയാൾ അവിടുന്ന് ചെറിയ സ്റ്റഡ്സുകളും കമ്മലുകളൊക്കെ കാണണമെന്ന് ആവശ്യപ്പെട്ട് അത് ടിയാൻ്റെ സഹോദരനായ മുഷ്താഖ് എന്ന് പറഞ്ഞ ആൾ ഒപ്പം ഉണ്ടായിരുന്നു. അവരുണ്ട് കണ്ടുകൊണ്ടിരുന്ന സമയം ഹൈദർ ഇതിനകത്തെ ഒരു സ്റ്റഡ് അടങ്ങിയ പാക്കറ്റ് മോഷ്ടിക്കാൻ ശ്രമിക്കുകയും ജുവലറിയുടെ ഉടമസ്ഥൻ അത് കണ്ട് ടിയാനെ പിടിച്ച് വയ്ക്കുകയും ചെയ്തു. തുടർന്ന് മുഷ്താഖ് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് പോലീസിലറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി ഈ ഹൈദറിനെ കസ്റ്റഡിയിലെടുത്തു. അതോടൊപ്പം തന്നെ മുഷ്താഖിനായുള്ള അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് മുഷ്താഖ് ഒരു ബസ്സിൽ രക്ഷപ്പെട്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ഞങ്ങൾ പിന്തുടരുകയും ശാന്തംപാറ പോലീസിനെ വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ശാന്തംപാറ പോലീസ് ടിയാനെ പൂപ്പാറ ഭാഗത്ത് വെച്ച് കസ്റ്റഡിയിലെടുത്ത് നെടുങ്കണ്ടം പോലീസിനെ കൈമാറുകയാണ് ചെയ്തത്. തുടർന്ന് ടിയാന്മാരെ വിശദമായ ചോദ്യം ചെയ്യൽ ഈ ഹൈദർ എന്ന് പറയുന്ന ആൾക്ക് ഒന്നാം പ്രതിക്ക് നിരവധി കേസുകൾ തമിഴ്നാട്ടിലുണ്ട്, കേരളത്തിലുമുണ്ട്. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തെളിയപ്പെടാത്ത ഒരു കേസുകൾ ഉള്ള ഒരു ജുവലറി, ഇതുപോലുള്ള ജുവലറി മോഷണം ഹൈദർ സമ്മതിച്ചിട്ടുണ്ട്. ഹൈദറിന് തമിഴ്നാട്ടിലെ ഈറോഡ് പോലീസ് സ്റ്റേഷനിലും തെങ്കാശി PSലും കേസുള്ളതായിട്ട് ഞാൻ സംഭവിച്ചു, അവിടെ ജയിലുകളിൽ കഴിഞ്ഞതായി സംഭവിച്ചിട്ടുണ്ട്. ഇവർ സംശയിക്കപ്പെടുന്ന തമിഴ്നാട് പോലീസ് നിരവധി വിവരങ്ങൾ നമ്മളോട് കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ ആ വിവരങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് കൈമാറാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. പലപ്പോഴും തെളിവും സാക്ഷിമൊഴികളും ഒത്തുവരുന്ന രീതിയിലുള്ള ഉള്ളതാണെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിരവധി സ്നാച്ചിങ് കേസുകൾ ഉൾപ്പെടുന്നതായിട്ട് അവർ അറിയിച്ചിട്ടുണ്ട്. എല്ലാവിധ മോഡസ് ഓപ്പറാണ്ടികളുമുള്ള പ്രതികളാണ്. റോബറി ഉൾപ്പെടെ, തെഫ്റ്റ് ഉൾപ്പെടെയുള്ള സ്നാച്ചിങ് ഉൾപ്പെടെയുള്ള എല്ലാവിധ രീതികളും ഏർപ്പെടുന്ന പ്രതികളാണ് ഈ പ്രതികളെന്നാണ് നമ്മൾ അന്വേഷണത്തിൽ നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന വിവരം. നമ്മൾ കൂടുതലായിട്ട് വിവരശേഖരണം നടത്തി വരുന്നതാണ്. ടിയാന്മാരെ ഇറാനി ഗ്രൂപ്പ് എന്ന സൗത്ത് ഇന്ത്യയിലുള്ള മോഷണം നടത്തപ്പെടുന്ന ഗ്രൂപ്പിൻ്റെ ഭാഗമാണെന്ന് തമിഴ്നാട് പോലീസ് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതും ആ കാര്യം നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റ് ആളുകളെ സംബന്ധിച്ച് ഇവരുടെ കൂടെ മറ്റാരെങ്കിലും കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചൊക്കെ അന്വേഷിക്കുന്നു. ആ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. മുൻപുള്ള ഓപ്പറേഷനിൽ, കോട്ടയത്ത് നടന്ന ഓപ്പറേഷനിൽ ടിയാൻ്റെ കൂടെ മറ്റൊരാളുണ്ടായിരുന്നു. അയാളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ തമിഴ്നാട് പോലീസിനും അല്ലെങ്കിൽ കോട്ടയം വെസ്റ്റ് പോലീസിനും അയാൾ ആവശ്യമായതിനാൽ ഇപ്പോൾ പേര് വെളിപ്പെടുത്താൻ സാധിക്കുന്നില്ലെന്നേ ഉള്ളൂ. എങ്കിലും ടിയാനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. കേരളത്തിലെത്തിയിരിക്കുന്ന ഈ സംഘത്തിൽ ഉൾപ്പെട്ട മറ്റു പ്രതികളെക്കുറിച്ചും പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചതായാണ് സൂചന. അവരിലേക്ക് എത്താനുള്ള അന്വേഷണവും ഊർജിതമാണ്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.